ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വർഷത്തിനാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ തിരശീല വീണിരിക്കുന്നത്. ഏകദിന പരമ്പരയിലെ ആധികാരികമായ വിജയത്തോടെ ടീം ഇന്ത്യ മടങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും പതിക്കുന്നത് ഒരേ ഒരു പേരിലേക്കാണ്: വിരാട് കോഹ്ലി. വിമർശകർക്കുള്ള മറുപടി ബാറ്റ് കൊണ്ട് നൽകുന്ന ശീലം പതിവ് പോലെ ആവർത്തിച്ച കോഹ്ലി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവുമായാണ് 2025 തന്റെ ക്രിക്കറ്റ് സീസൺ അവസാനിപ്പിക്കുന്നത്. എന്നാൽ മൈതാനത്തെ ഈ വിജയഗാഥകൾക്കിടയിലും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വിജയത്തിന്റെ ആരവങ്ങൾക്കിടയിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് അതികായന്മാർ, സൂപ്പർ താരം വിരാട് കോഹ്ലിയും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ മറനീക്കി പുറത്തുവരുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പരമ്പര വിജയത്തിന് ശേഷം നടന്ന ഒരു ഹസ്തദാനമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. വിവാദങ്ങളിലേക്ക് കടക്കും മുൻപ് വിരാട് കോഹ്ലി എന്ന ബാറ്റിംഗ് വിസ്മയം ഈ പരമ്പരയിൽ നടത്തിയ ഉജ്ജ്വലമായ തിരിച്ചുവരവിനെ കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ 2 ഏകദിനങ്ങളിലും ഡക്കായി മടങ്ങിയപ്പോൾ കോഹ്ലിയുടെ കാലം കഴിഞ്ഞു എന്ന് വിധിയെഴുതിയവർ കുറവല്ല. എന്നാൽ വീഴ്ചകളിൽ നിന്ന് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു പിന്നീടുള്ള കോഹ്ലിയുടെ കുതിപ്പ്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി താളം കണ്ടെത്തിയ കോഹ്ലി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തുടർന്ന് കളിച്ച എല്ലാ മത്സരങ്ങളിലും 50-ലധികം റൺ സ്കോർ ചെയ്ത അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറി. 2 തകർപ്പൻ സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് അദ്ദേഹം പരമ്പരയിലെ താരമായത്. നിർണായകമായ അവസാന ഏകദിനത്തിൽ 271 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ സമ്മർദ്ദമില്ലാതെ ബാറ്റ് വീശിയ കോഹ്ലി 65 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയതീരത്തെത്തിച്ചു. താൻ എന്തുകൊണ്ടാണ് ചേസ് മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നതെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. എന്നാൽ മത്സരം അവസാനിച്ചയുടൻ അരങ്ങേറിയ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിജയത്തെക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത്. പരമ്പര വിജയം ആഘോഷിക്കുന്നതിനിടയിൽ കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും പരസ്പരം അഭിനന്ദനങ്ങൾ കൈമാറുന്ന പതിവ് രീതിയുണ്ട്. ഇവിടെയാണ് കോഹ്ലിയുടെ ശരീരഭാഷ ആരാധകർ സശ്രയം നിരീക്ഷിച്ചത്. സഹതാരങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും തോളിൽ തട്ടുകയും ചെയ്ത് ആവേശം പങ്കിട്ട കോഹ്ലി പരിശീലകൻ ഗൗതം ഗംഭീറിന് അരികിലെത്തിയപ്പോൾ പെട്ടെന്ന് മാറി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗംഭീർ കോഹ്ലിയുടെ മുന്നിലെത്തുന്നത്. എന്നാൽ അതുവരെ കോഹ്ലിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരി പെട്ടെന്ന് മായുന്നതും മുഖത്ത് ഗൗരവം പടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗംഭീറിനെ കെട്ടിപ്പിടിക്കാനോ മുഖത്ത് നോക്കി ചിരിക്കാനോ നിൽക്കാതെ തികച്ചും ഔദ്യോഗികമായ ഒരു ഹസ്തദാനം മാത്രം നൽകി